ഇയാള് ചിട്ടിക്കട ഇറച്ചി ഇതുവരെ കണ്ടില്ല. നമ്മൾ പകലല്ല രാത്രിയും പെട്ടു പോകണം. രാത്രിയും പെട്ടു കേട്ടോ. പകല് മാത്രമല്ല രാത്രി പെട്ടു. കുറ്റി കയറ്റു സാറേ. പൈപ്പ് ലൈനിൽ പണി നടക്കണ്ടില്ല. നമ്മ പൈപ്പ് ലൈനിന്റെ മുകളിൽ കുറ്റി അടിക്കും സാറേ. പൈപ്പ് ലൈനിന്റെ മുകളിൽ നമ്മൾ നമ്മളെ കുറ്റി അടിക്കും സാർ. തിരക്കാക്കല്ല. പൈപ്പ് ലൈൻ പോട്ടെ. ആ പോട്ടെ. എന്നാ പൈപ്പ് ലൈൻ പോട്ടെ. മന്ത്രി ഉണ്ടാടാ. ആ മന്ത്രി പോട്ടെ. മന്ത്രിയെ വിളിക്കട്ടെ. ജനാലേട്ടാ, നിങ്ങളെ കുറ്റി പോലെ നല്ല നമ്മളെ കുറ്റി പൂറയിന്റെ കുറ്റിയാന്ന്. നിങ്ങ എന്താ വെച്ചാൽ നിങ്ങൾ കുറ്റി അടിക്കാൻ നല്ല സ്ഥലം നല്ല വൃത്തിയാക്കി ചെളിയെല്ലാം കളഞ്ഞിട്ട് കാടെല്ലാം നമുക്ക് സ്ഥലം വേണ്ടു. നമ്മ അടിച്ച് കേട്ടു. നിങ്ങളെ കുഴിയാൻ പറമ്പത്തെ കുറ്റി കേറ്റിയാ കേറ്റില്ലേ? നമ്മ അടിച്ച് കേട്ടി തരും നിങ്ങൾക്ക്. വേണ്ടി പെട്ടെന്ന് പോവേ. ഞാൻ ബാക്കിയെല്ലാം അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. എന്റെ പിള്ളേർ ഓർത്തറ പിള്ളേര് നമ്മൾ ഡൽഹിയിലേക്ക് പോണം. മീനാടില്ലല്ലോ.
ഒരു സാധനം എടുത്തു വെക്കണെന്ന് പറയുമ്പോ നീ പറയും എവിടെ പോണ്ട് നീ ഇത് എടുത്തു വെക്കണം, ഇത് പഴയതായില്ലേന്നാ പറയുന്നത്. ഈ പഴയതിന് വേറെ സുഖാന്നില്ല, അത് നീ മനസ്സിലാക്കട്ടെ. ബാക്കി ഞാൻ പോകുമ്പോ പറയട്ടാ, ഇപ്പഴേ പറഞ്ഞാൽ ഞാൻ പുരുഷേട്ടാ. നിങ്ങൾ ഒളിമ്പിയുടെ കളിയെല്ലാം നമുക്കറിയാം, ഈ ഒളിമ്പിയുടെ അധികം കളി വേണ്ടാട്ടാ. പിന്നെ ആർക്കത് വേണ്ടെന്നാ പറയും. നമ്മ ഇത് ചെയ്യേണ്ടത് ചില പണി പറയുന്നത് ഇടുമ്പോ തന്നെ പൊക്കന്നെ പൊട്ടുന്ന കുറിച്ച് അന്നം വിളിച്ചിട്ട് ഇന്ത്യക്കാരെ വിളിക്കണ്ട. നമ്മോട്ട് അല്ല ഇന്ത്യക്കാർ കൊടുത്താൽ കേരളം പോടോ, ഇന്ത്യക്കാരെ കൊണ്ടുപോയി കേരള 10 ഇന്ത്യക്കാരായി. നിങ്ങൾക്ക് പണിയുണ്ട, നിങ്ങൾക്ക് പൈസ ഉണ്ട്, അല്ല ഇന്ത്യക്കാരെ കൊണ്ടുപോയില്ലേ രാവിലെ ഫോട്ടോ അവരെ സമയത്ത് നമുക്ക് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞു നമ്മളെ പൈസ കുറക്കണമെന്ന് പറഞ്ഞിട്ടേ നമ്മളെ പൈസ വിളിക്കുന്നുണ്ട്. നമ്മള് ഒരു തലയില്ലാത്ത നമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു 1500 പഠിച്ച നമ്മൾ പണി കിട്ടുന്നത്. നോക്കും ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ വെള്ളം കണ്ടുകൂടാ, വെള്ളം കണ്ടാ അവർക്ക് പറ്റൂല. അങ്ങനെ എല്ലാ ബിസിനസ് പൊട്ടി, തുണി ബിസിനസ് തുടങ്ങി, വസ്ത്ര ബിസിനസ് തുടങ്ങിയപ്പോ അവര് പറയുന്നില്ല ഇടുമ്പളേ ഓട്ടയായി കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് എടുക്കേണ്ടത്, ഇടുമ്പളേ ഓട്ടയായിക്കൂടാ. പിന്നെ മറ്റു ഡ്രസ് ഇട്ടു ഒന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ട് ഇപ്പൊ നോക്കിക്കോട്ട് പറഞ്ഞു. അവര് പറഞ്ഞെന്നറിയാം ഇടുന്നതൊക്കെ, പക്ഷെ ഒറ്റ തുന്നു അടങ്ങിയില്ലെങ്കിൽ പൊട്ടിയില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ചില പെണ്ണുങ്ങൾ പറയുന്നത് ഇടുമ്പളേ ലൂസാവുന്നെന്ന്, നിങ്ങളെ കാണുമ്പോഴേ കമ്പിയാവുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ആ റേഷൻ കടയിൽ പോയി നിങ്ങൾക്ക് അറിയാലോ ആ റേഷൻ കടയിലെ അവസ്ഥ, ആ ശരത്തി ചെക്കൻ്റെ അവസ്ഥ. ഓൻ എല്ലാരും കാണുമ്പോ വേം കൈവെക്കുന്നുണ്ട്. പക്ഷേ ഡൽഹി പോയപ്പോ കേരളത്തിലെ അവസ്ഥയല്ല, ഡൽഹിയില്
പോയപ്പോണ്ടല്ലോ നമ്മെന്നെ പൊന്തിക്കണം, നമ്മെന്നെ വളർത്തണം. ഡൽഹിയിൽ പോയപ്പോ ഉത്തർപ്രദേശിലെ സ്വാമി വന്നു. ഓ പുണ്യാകം തെളിക്കുമ്പോഴത്തേക്ക് വളർത്താനാള് ഒന്നും പറയണ്ട, തേനും പാലും സുഖം. ഉത്തർപ്രദേശിൽ പോയപ്പോ സാവിത്രിച്ചിന്റെ കരം വെക്കുമ്പോഴേ കഞ്ഞി ഉറപ്പുവേണം. അപ്പൊ നിങ്ങന്ന് വെച്ചാല് നല്ല സ്ഥലം നല്ല വൃത്തിയാക്കി ചെളിയെല്ലാം കളഞ്ഞ് തരേ വേണ്ടു. നമ്മ അടിച്ച് കുത്തി കയറ്റി തരും. നിങ്ങൾക്ക് രണ്ട് വൃത്തിയാക്കിയാലും നമ്മ കുത്തി കയറ്റി തരും. പെട്ടെന്ന് കേറ്, പെട്ടെന്ന് പോവേ. ഇത് പാർക്ക് ആ മില്ലിന്റെ അടുത്തുണ്ടല്ലോ, ആരൊക്കെ മില്ലിന്റെ നിങ്ങൾക്ക് മാനസിക വിഷമം നമുക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഇലക്ഷന്റെ സമയത്ത് ഞാൻ ആടുന്ന് അങ്ങോട്ട് പോണെങ്കിൽ തന്നാലേ പോവാൻ കഴിയും. കുട്ടിനെല്ലാം കുത്തിക്കോ, പക്ഷെ കേക്ക് നമ്മളെ കുട്ടി തന്നെ ആയിരിക്കണം. നമ്മുടെ കൂറയിന്റെ കുത്തി കയറ്റിയ നിങ്ങ ഇല്ല, കേറൂല. അങ്ങനൊന്നും കേറുന്ന സ്ഥലം വടിവായി നമ്മെന്നെ കേട്ടി തരും. പക്ഷെ കണ്ണെന്തേലും പെട്ടെന്ന് കേറും. ഞാനൊരു പെണ്ണാണ്. ഇങ്ങനൊക്കെ ഒന്നും വയ്യ. ഇങ്ങനെ നീളുന്ന സാധനത്തിൽ ഇതിലേക്ക് കയറ്റണം. കമ്പി ഞാനെ പിടിക്കുമ്പോൾ ഞാനെ അരിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ എന്ത് കൊള്ള കോച്ചിങ് ക്ലാസ്സിന് അല്ല മോനെ, ഞാൻ കമ്പി ഇട്ടിട്ട് താക്കി ചെയ്യണം, പൊന്തിക്ക് ചെയ്യണം. അപ്പോഴേ ഇവിടെ വയറ് നീക്കും. ആരോഗ്യമില്ല. വയറ് പൊന്തണമെങ്കിൽ നമ്മള് കമ്പി ഇട്ടിട്ട് താക്കി പൊന്തിക്കുകയും വേണം. ആരോഗ്യം കളിക്കാൻ കൂടി കാര്യമില്ല. നമ്മക്കാറ് ഇങ്ങനെ കമ്പി സാധനം കാറല്ലേ ചന്ദ്രഭാഷ ഇത് കൊടുക്കാം. പരിപാടി തരാം. ഇത് കൊടുക്കാം. കണക്ക് വയ്ക്കാൻ പാടില്ല. കണക്കായി ചോദിക്കുന്നത് കണക്ക് വയ്ക്കുന്നത് വെള്ളം ഉണ്ടാവില്ല. നിങ്ങളെ കാട് ഒന്നിക്കും നിങ്ങൾ വൃത്തിയാക്കണം, അല്ലെ നമ്മളെ ഏൽപ്പിക്കണം. നമ്മ പൈസ ആരും ഫസ്റ്റ് നിങ്ങളെ എങ്ങനെ സമീപനം അതുപോലെ ആയിരിക്കും. പൈസ വളരെ കുറവാണ്. ജലധാര മിഷൻ ഇപ്പൊ കേരള ഗവൺമെന്റ് സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇപ്പൊ ജലധാര മിഷൻ. പ്രായമായില്ലേ? ഓളെന്നെ പറഞ്ഞു ചക്ക നമ്മ മെല്ലെ